ഹലോ, ഇന്ന് രാവിലെ ഞാൻ വീട്ടിലുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇങ്ങനെ പറയാൻ കാരണം വേറൊന്നുമല്ല, ഒന്നല്ല എനിക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഈവനിങ് ഡ്യൂട്ടി അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ വന്ന് നോക്കുമ്പോൾ അച്ഛൻ ഇവിടെ ചായക്ക് കുടിച്ചു വന്നിട്ട് കുറച്ച് പൂവൊക്കെ പൊട്ടിച്ചിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മുടി വെട്ടണ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട് അവസാനം മുടി വെട്ടാന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചു കേട്ടോ. ഞാൻ മുടി വെട്ടാൻ പോണത് കണ്ടിട്ടാണ് തോന്നുന്നു അച്ഛമ്മ എന്നെ നല്ല ചീത്തയായിരുന്നു. അവസാനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആളുടെ മെയിൻ പരിപാടി കേട്ടോ. പിന്നെ എൻ്റെ പണി എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട് തോന്നുന്നു ഈ കുഴികൾ ഇന്നലത്തെ പൂക്കളം മൊത്തം കൊളാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ആ പൂക്കളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചാണകമൊക്കെ അമ്മ തേച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ച് പൂവ് പൊട്ടിക്കണം, അതാണ് മെയിൻ പരിപാടി കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പൂക്കളിട്ടോളാം എന്നൊക്കെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ രാവിലെ തന്നെ എണീക്കുന്നത് കേട്ടോ. കുറച്ച് പൂക്കളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. കുമ്പളത്തിൻ്റെ ഈ ഒരു പൂ മാത്രമേ എനിക്ക് പൊട്ടിക്കാൻ എത്തുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതന്നെ ഞാൻ തപ്പി പിടിച്ചിട്ടാണ് പൊട്ടിച്ചത് കേട്ടോ. ബാക്കിയൊക്കെ അമ്മ പൊട്ടിച്ചെന്നുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ ചാണകം തേച്ചെന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചാണകം എടുത്തിട്ട് അതൊരു ഉരുട്ടിയിട്ട് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ പൂക്കളത്തിൻ്റെ അല്ല, ഈ തറേൻ്റെ നടുക്കിൽ വെക്കും കേട്ടോ. എന്നിട്ട് അതിലാണ് നമ്മൾ ആദ്യം ഒരു പൂ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും കേട്ടോ പൂക്കളിടുക. അപ്പോൾ ഞാൻ ഓരോരോ പൂവായിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പണ്ടത്തെ ഓർമ്മയൊക്കെ ആയിട്ട് കുറച്ച് തേക്കിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചല്ല, ഒരു തേക്കിൻ്റെ ഇല പൊട്ടിക്കാനും പാടായിരുന്നു കേട്ടോ. എന്നിട്ട് അവസാനം ഒരു കുമ്പിളൊക്കെ കുത്തിയിട്ട് പൂവൊക്കെ പറിക്കാൻ വേണ്ടി നടന്നു കേട്ടോ. നടക്കുക പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൂടെ തന്നെ. പണ്ടൊക്കെ നമ്മൾ കുറേ ദൂരമൊക്കെ പോയിട്ട് പൂവൊക്കെ പൊട്ടിച്ചിട്ട് വരും കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യം പൂക്കളുണ്ട്, പിന്നെ സമയമില്ലല്ലോ. അപ്പോൾ എന്തായാലും കാശിത്തുമ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ വെള്ളപ്പൂവൊക്കെ ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ ഞാൻ എന്തായാലും പൊട്ടിക്കാന്ന് വെച്ചാൽ കുറച്ചൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ പൂ പൊട്ടിക്കണതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും വീഡിയോ എടുത്തും കൊണ്ട് നടക്കണം കേട്ടോ. അപ്പോൾ ചിലരൊക്കെ പറയും എനിക്ക് ഭ്രാന്താണ്, നിന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളപ്പൂവൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തിയും കാശിത്തുമ്പയും ആവശ്യത്തിലധികം നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. സാധാരണ നമ്മളങ്ങനെ പച്ചക്കളറൊന്നും നമ്മുടെ പൂക്കളത്തിൽ ഇടാറില്ല കേട്ടോ, അതായത് ഇലകളൊക്കെ. പക്ഷേ ഓരോ റീൽസൊക്കെ നമ്മൾ കാണുമല്ലോ, തുളസി ഇടണം, അതുപോലെ തന്നെ പച്ചയും വെള്ളയും, ഒരു ദിവസം അത്തത്തിൻ്റെ അന്ന് പച്ചയും വെള്ളയും ഇടണം എന്നൊക്കെ തന്നെ പറയുമല്ലോ. അപ്പം ഞാൻ എന്തായാലും മുക്കുറ്റിയും അതുപോലെ തന്നെ തുമ്പ, തുളസി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മുക്കുറ്റി പറിക്കാനാണ് കുറച്ച് പാടുപെട്ടത്. ഞാൻ നമ്മുടെ ഗാർഡനത്തൊന്ന് പറിക്കാൻ നിൽക്കിയപ്പോഴേക്കും നല്ലോണം വളർന്ന് കുറേ പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്നു കേട്ടോ. അതുകൊണ്ട് അത് പൊട്ടിച്ചില്ല. പിന്നെ ഒരു മുറത്തിൽ നമ്മുടെ എല്ലാ പൂക്കളൊക്കെ എടുത്ത് നമ്മുടെ തറേൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് മെയിൻ പരിപാടി കേട്ടോ. ഇനി പൂക്കളിടാൻ പോവാണ്. പക്ഷേ ഈ പൂക്കൾ പറിക്കണേൻ്റെയും ഞാൻ അങ്ങോട്ട് നടക്കണേൻ്റെയും ഇങ്ങോട്ട് നടക്കണേൻ്റെ ഒക്കെ വീഡിയോ എടുത്തിട്ട് വീഡിയോയ്ക്ക് കുറച്ച് നീളം കൂടി പോകുമെന്നൊരു ഡൗട്ട് കേട്ടോ. അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ ബാക്കി കാണിക്കാം കേട്ടോ.